വെൽക്കം ടു മോളിവുഡ് ടാക്കീസ്. ട്രെയിലർ റിയാക്ഷനുമായിട്ടാണ് ഞങ്ങൾ ഇത്തവണ എത്തിയേക്കുന്നത്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ഈ സിനിമ വീണ്ടും ഒരു ധ്യാൻ സിനിമയാകുമോ എന്ന പേടി ആക്ച്വലി വേണ്ട. കാരണം ഇതിന്റെ പ്രൊഡ്യൂസറാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. ബാംഗ്ലൂർ ഡേയ്സ്, RDX, മിന്നൽ മുരളി, അങ്ങനെ എല്ലാ ഹിറ്റ് സിനിമകളും നമുക്ക് തന്ന സോഫിയ പോൾ പ്രൊഡക്ഷനിൽ വരുന്ന സിനിമയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ധ്യാന്റെ കാര്യം നമുക്കറിയാം, ചവറ് പോലെ പടം. അതായത് മലയാളത്തിൽ ഇത്രയും സിനിമ ചെയ്യുന്ന ഒരു നായക നടൻ വേറെ ഇല്ലാന്ന് തോന്നുന്നു. കാരണം ആഴ്ചയിൽ ഇറങ്ങുന്നു, ആഴ്ചയിൽ പൊട്ടുന്നു. ധ്യാന്റെ പൊട്ടിയ പടങ്ങൾ എത്രയാണെന്ന് ധ്യാനിന് പോലും അറിയത്തില്ല. പിന്നെ നമുക്കറിയാൻ വല്ല വഴിയുണ്ട്. പക്ഷെ ഈ സിനിമ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാകും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ സോഫിയ പോളാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത്രമാത്രം ഹിറ്റ് സിനിമകൾ വരിവരിയായിട്ട് തരുന്ന ഒരു പ്രൊഡ്യൂസർ ധ്യാനിനെ വെച്ച് ഒരു സിനിമ ചെയ്യുമ്പോൾ, അതും സോഫിയ പോളിന്റെ പ്രത്യേകത എപ്പോഴും പുതുമുഖ സംവിധായകർക്ക് അവസരം കൊടുക്കുന്ന, അവരിൽ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ജെനുവിൻ പ്രൊഡ്യൂസറാണ് സോഫിയ പോൾ. അപ്പൊ അവരുടെ പ്രൊഡക്ഷനിൽ ഒരു പുതുമുഖ, ഇത് രണ്ട് സംവിധായകരാണ് വരുമ്പോൾ, ധ്യാൻ അഭിനയിക്കുമ്പോൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ഉജ്ജ്വലമാക്കുമോ? നമുക്ക് ട്രെയിലർ തന്നെ ആദ്യം കണ്ടു നോക്കാം. അച്ഛൻ എന്തിനാ കോക്കാച്ചി എന്ന് കേട്ടപ്പോ പേടിച്ചത്? അപ്പൊ ശരിക്കും കോക്കാച്ചി എന്ന് പറഞ്ഞ സാധനം ഉണ്ട് അല്ലേ? ഞാൻ കണ്ടിട്ടില്ലേ ഈ കോക്കാച്ചി ഇതുവരെ. ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഈ ചെറിയ തേങ്ങാമോഷണവും അതിർത്തി തർക്കവും തീർക്കലും മാത്രമല്ലല്ലോ ഉജ്ജ്വലൻ ചെയ്യുന്നു. ഞങ്ങൾ ആരെങ്കിലും ഒരാളുമായിട്ട് ഉജ്ജ്വലനെ വിളിക്കോ? പോലീസുകാർ ഉജ്ജ്വലന്റെ സഹായം തേടുന്നു. ഒരു ചുവട് നമ്മുടെ മുമ്പിലാണെങ്കിൽ അടുത്ത രണ്ട് ചുവട് അത് കണ്ടുപിടിക്കുന്നവരെ ഈ നാട്ടിലുള്ള എല്ലാവരും തന്നെ എന്റെ മുന്നിൽ സസ്പെക്ട് ആണ്. മൂർച്ചയുള്ള കത്തിയും കൈകളിലേന്തി അവൻ അടുത്തേക്ക് വരുന്നു. ചോരയിലെ കുളിച്ചു കിടക്കുന്ന മേരിയുടെ ശവശരീരം. ഈ മണ്ടമെല്ലാം പറഞ്ഞ പൊട്ടനായ സാറ് വിശ്വസിക്കാവോ? ഞാനിപ്പോ എത്തി നിൽക്കുന്നിടത്ത് അവനെത്താൻ അവനിനി ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നു. എന്നെ കൊണ്ടിത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ ആരാണെന്ന് ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അത് നിനക്ക് മാത്രമായിരിക്കും. ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നുന്ന കാര്യം, മാസ്ക് ഇട്ട ഒരാള് നാട്ടിൻപുറം ഒരു പ്രദേശത്ത് സ്ഥിരമായിട്ട് കൊലപാതകം ചെയ്യുകയോ മോഷ്ടിക്കുകയോ ചെയ്യുന്നുണ്ട്. ഇത് അന്വേഷിക്കാൻ വേണ്ടി പോലീസുകാർ വരുന്നുണ്ട്. പോലീസുകാർക്ക് അന്വേഷണം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആ നാട്ടിലെ ഡിറ്റക്റ്റീവായ ഉജ്ജ്വലനെ പോലീസ് ഹെൽപ്പ് ചെയ്യാൻ വിളിക്കുന്നതായിരിക്കും. അതാണോ ഇതിന്റെ കഥയെന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. ട്രെയിലർ കൊള്ളാം, രസമുണ്ട്. ധ്യാനും രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഫ്രെയിംസ് ആണ്. പുതുമുഖ സംവിധായകരുടെ സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നല്ല രസമുള്ള ട്രെയിലർ ആയിരുന്നു. ധ്യാന്റെ സ്ഥിരം അപരാധത്തിൽ ഒന്നാവില്ല എന്ന ഉറപ്പ് ഈ ട്രെയിലറാണ് നമുക്കുണ്ട്. പിന്നെ സോഫിയ പോൾ പ്രൊഡക്ഷൻ, ധ്യാനുണ്ട്. നായികയെ കാണിച്ചിട്ടില്ല. നായിക ഇല്ലേ ധ്യാന്? സാധാരണ അങ്ങനെ വരാത്തതാണല്ലോ. എന്തായാലും ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനായി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു നല്ല ട്രെയിലറാണ് കണ്ടത്. ഈ സിനിമയുടെ ഓഡിയൻസ് റിയാക്ഷനും മൂവി റിവ്യൂവും ഈ ചാനലിൽ ഉണ്ടായിരിക്കും. നമുക്കിപ്പോൾ കാത്തിരുന്ന് കാണാം.